കണ്ണൂർ വിമാനത്താവള ഭൂമിക്ക് സ്ഥലം നൽകേണ്ട ഭൂവുടമയ്ക്ക് ജപ്തി നോട്ടീസ് ലഭിച്ച സംഭവത്തിൽ ഇടപെട്ട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ജപ്തി നടപടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. വൃക്കരോഗിയായ കാനാട് സ്വദേശി നസീറയ്ക്കാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചത്. നസീറയുടെ ദുരിതം 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. അരുൺ പൂപ്പറമ്പയുണ്ട് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഏതായാലും താൽക്കാലികമായ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. ഒപ്പം അതിനപ്പുറത്തേക്ക് ഈ ഭൂമി ഏറ്റെടുപ്പിലെ നടപടിക്രമങ്ങളിലെ വൈകുന്നത് ഒരുപാട് പേർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഗോകുൽ, തീർച്ചയായും നസീറയുടെയും ആ കുടുംബത്തിൻ്റെയും ദുരിതം 24 ഇന്നലെയാണ് പുറത്തു കൊണ്ടുവന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ 4ാം ഘട്ടം റൺവേ വികസനത്തിൻ്റെ ഭാഗമായാണ് നസീറ ഉൾപ്പെടെയുള്ളവരുടെ 200 ഏക്കർ ഭൂമി, അത് നസീറ മാത്രമല്ല മറ്റ് ഒട്ടനവധി പേരുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം ചെയ്തിരുന്നു. 8 വർഷം മുമ്പാണ് ഈ വിജ്ഞാപനം ചെയ്ത നടപടി ഉണ്ടായത്. അതിനുശേഷം തുടർ നടപടി ഉണ്ടായില്ല. 2017 ശേഷം തുടർ നടപടികൾ ഇതിലൊന്നും ഉണ്ടായില്ല. ഇതിൽ നസീറയുടെ കാര്യത്തിൽ നസീറ വൃക്കരോഗിയാണ്. 3 വർഷം മുമ്പ് ഈ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നു. ആ ഘട്ടത്തിലാണ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തത്. അപ്പോഴും ഇതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കും, ഈ ഭൂമി വിട്ടു നൽകുന്നതിൻ്റെ നഷ്ടപരിഹാരം ലഭിക്കും, തുടർ നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷയോടെയാണ് ഈ വായ്പ എടുത്തത്. പക്ഷേ ആ വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല, നഷ്ടപരിഹാരം ലഭിച്ചില്ല. ഒരു തുടർ നടപടിയും ഈ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായില്ല. ഇതിൽ മറ്റൊരു പ്രതിസന്ധി എന്നുള്ളത് ഈ ഭൂമി ഇവരുടെ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവർക്ക് ഈ ഭൂമി ഉപയോഗിച്ച് വിൽപ്പന നടത്തുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാട് നടത്തി ഈ വായ്പ തീർക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ കാര്യമാണ് 24 പുറത്തു കൊണ്ടുവന്നത്. അതിലിപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ വിഷയത്തിൽ ഇടപെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ നിയമസഭയിൽ വെച്ച് നേരിൽ കണ്ട് ഈ കത്ത് കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ ജപ്തി നടപടി ഒഴിവാക്കണം. നിലവിൽ അവർ നേരിടുന്ന ദുരിതത്തിന് കാരണം സർക്കാരാണ്. സർക്കാർ ഈ നടപടികൾ വൈകിക്കുന്നതാണ് അതിന് കാരണം. അതുകൊണ്ട് ജപ്തി നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടണം. ഈ ജപ്തി നടപടി ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരുടെ ഭൂമി, നിലവിൽ ഈ വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഭൂമി അവർക്ക് തന്നെ കൈമാറണം. അവർക്കത് ഈ വിൽപ്പന നടത്താനും മറ്റിടപാട് നടത്താനും ആ ഭൂമി സാധിക്കണം. ഈ കാര്യങ്ങളാണ് ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി പരിഗണിക്കാം എന്ന് KPCC പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ ഇത് നസീറയുടെ മാത്രം ദുരിതമല്ല. നിരവധി കുടുംബങ്ങൾ ഈ ഘട്ടത്തിൽ 4ാം ഘട്ട റൺവേ വികസനത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഭൂമി വിജ്ഞാപനം ചെയ്ത് ഒരു തരത്തിലും ആ ഭൂമിയെ സംബന്ധിച്ച് എന്തെങ്കിലും ചെയ്യാൻ, വിൽപ്പന നടത്താനോ എന്തെങ്കിലും ഇടപാട് നടത്താനോ അവിടെ ഏതെങ്കിലും കെട്ടിടം നിർമ്മിക്കാനോ ഒന്നും കഴിയാതെ വലിയ ദുരിതം നേരിടുന്നുണ്ട്. അവരുടെ എല്ലാ വിഷയമായി തന്നെയാണ് ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. തീർച്ചയായും നസീറയും കുടുംബത്തിനും താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമാവുകയാണ് സണ്ണി ജോസഫിന്റെ ഇടപെടൽ. മുഖ്യമന്ത്രി അതിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ജപ്തി നടപടി ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നിരവധി ആളുകളുണ്ട്, അവരുടെ ഭൂമി ഏറ്റെടുക്കാനായി നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ പണമോ അല്ലെങ്കിൽ ആ ഭൂമി വ്യവഹാരം ചെയ്യാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിൽ, ഭൂമി കൊണ്ട് പ്രയോജനമില്ലാത്തൊരവസ്ഥയിലേക്ക് ഈ നടപടികൾ ഇങ്ങനെ നിലച്ചു നിൽക്കുകയാണ്. അതിലും അതിൽ കൂടി ഇടപെടൽ ഉണ്ടാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.